ദിവാൻ സർ CP-യെ വെട്ടിയ KCS മണിയെ നാം മറന്നുവോ? തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ച, അതിനേക്കാൾ അധികമായി പുന്നപ്രവയലാർ വിപ്ലവത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ വെടിവെച്ചു കൊന്ന സർ CP-യെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് പലരും ആലോചിച്ചു. N. ശ്രീകണ്ഠൻ നായർ KCS മണിയോട് പറഞ്ഞു, നിനക്കതിന് കഴിയും. KCS മണി അതിന് തക്കം പാർത്തുകൊണ്ട് തിരുവിതാംകൂറിലെ സത്രത്തിൽ ആദ്യം വന്ന് താമസിച്ചു. അതിന് പഴുതുകൾ നോക്കി, പക്ഷേ കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തിരുവിതാംകൂർ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഒരു സംഗീത കച്ചേരി നടക്കുന്നു. സർ CP വന്നിട്ടുണ്ട്, ഇളയ രാജ വന്നിട്ടുണ്ട്. ഇവരെല്ലാം വന്ന് ഇത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അത് തീർന്ന് പോകുമ്പോഴാണ് ഇരുട്ടിൽ ഒരാൾ CP-യെ വെട്ടുന്നത്. ആ വെട്ടേറ്റ് അദ്ദേഹം നിലവിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷാഭടന്മാർ ഓടിയെത്തുന്നു. അതിനിടയിൽ ആരോ കരണ്ട് കളഞ്ഞു. അപ്പോൾ വൈദ്യുതിയില്ലാത്ത ആ മേഖലയിൽ എങ്ങനെയാണ് രക്ഷാഭടന്മാർ ഈ വെട്ടിയ ആളെ കണ്ടെത്താൻ കഴിയുന്നത്? ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സർ CP പേടിച്ചു വിറച്ചുപോയി. അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള KCS മണി ഈ നാടിൻ്റെ ഏറ്റവും വലിയ മിത്രമാണ്. അതിനേക്കാൾ അധികമായി അദ്ദേഹത്തെ ആരാധിക്കേണ്ടതാണ്. അമ്പലപ്പുഴ കോനാട്ട് മഠത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ആരുമില്ല. ആ കുടുംബത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് KCS മണിയുടെ ഒരു അർദ്ധകായ പ്രതിമ മാത്രമുണ്ട്. ഈ തിരുവിതാംകൂറിൽ ജന്മിത്വ വാഴ്ചയും പോലീസ് വാഴ്ചയും കൊണ്ട് ജനങ്ങൾ മുഴുവൻ പൊറുതിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് CP-യെ വെട്ടി ഇവിടെ നിന്ന് ഓടിച്ചത്. അല്ലായിരുന്നെങ്കിൽ വീണ്ടും ദിവാൻ ഇവിടെ അത്ഭുതകരമായി കിരാത വേഴ്ചയും കിരാത വാഴ്ചയും നടത്തുമായിരുന്നു. അതിനുതകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. അദ്ദേഹം പേടിച്ചു വിറച്ചെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് സ്ഥലം വിടാൻ തീരുമാനിക്കുകയും ചെയ്തു CP. അപ്പോൾ KCS മണിയുടെ ചിത്രമോ? ആരും സഹായിക്കാനില്ല. ആരുടെ മുമ്പിലും കൈനീട്ടാൻ അദ്ദേഹം തയ്യാറല്ല. അവസാനം നിസ്വനായി അദ്ദേഹം അമ്പലപ്പുഴ ക്ഷേത്രത്തെ അഭയം പ്രാപിച്ച് അവിടുത്തെ ഒരു ഭക്തനായി തീർന്നു. എന്തിന്? അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞ് അവിടെ തൊഴുതു മടങ്ങി ആ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുക. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ വിപ്ലവത്തിന്, രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഒരു വഴി തുറന്ന KCS മണി കേരളത്തിൻ്റെ, തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും മങ്ങാതെ തെളിമയോടെ നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ ഒന്നറിയേണ്ടതാണ്. ക്ഷയരോഗം ബാധിച്ച് തിരുവനന്തപുരം പുലയനാർ കോട്ടയിൽ അവിടെ ചികിത്സിച്ച് ഏറെ കാലം കിടന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ആ വീടാകട്ടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിനും തകഴിക്കും ഇടയിലുള്ള റെയിൽ പാളത്തിനടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം കോനാട്ട് മഠം. അദ്ദേഹത്തിന് ഇപ്പോൾ ആരും സഹായത്തിന് ഉണ്ടായില്ല, കുടുംബത്തിന്. ആ KCS മണി ചരിത്രത്തിൻ്റെ താളുകളിൽ അവിസ്മരണീയമായി നിലകൊള്ളുന്നു.